ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്നല്ലോ. ദൈവത്തിൻ്റെ മഹാകൃപയ്ക്കും കരുണയ്ക്കും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. മനുഷ്യർക്ക് നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് മനുഷ്യർക്ക് സാധിക്കും? അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? നമ്മൾ പലപ്പോഴും മനുഷ്യർ എന്ന് പറയുമ്പോൾ ലോകക്കാർ നമ്മുടെ എതിരാളികൾക്ക് നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും? അതെല്ലാവരുടെയും ഒരു ചിന്തയാണ്. അതൊരു മനുഷ്യൻ്റെ ചിന്ത മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ചിന്തയും ഒരു രാജ്യത്തിൻ്റെ ചിന്തയും ലോകത്തിൻ്റെ ചിന്തയുമാണ്. നമ്മോട് എതിരിടുന്നവർക്ക് നമ്മോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരമാവധി സ്റ്റാറ്റസ് എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും അവർക്ക് നിൻ്റെ സമാധാനത്തെ കുലുക്കാൻ കഴിയും. നിൻ്റെ സാഹചര്യങ്ങളെ ആക്രമിക്കാം, നിൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം, നിൻ്റെ പേരിനെ അപമാനിക്കാം, നിൻ്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. പക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ അഥവാ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവൻ്റെ ഉടമസ്ഥത നിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ഒരു വാഗ്ദത്തം. അബീഗയിൽ എന്ന് പറയുന്നതായ ഒരു സ്ത്രീ ദാവീദിനോട് പറയുന്ന ഒരു വാചകം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. 1 സാമുവേൽ 25-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിന്റെ ദൈവമായവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊരു പുത്തൻ അറിവാണ്. ജീവൻ്റെ കെട്ട് അല്ലെങ്കിൽ ജീവൻ്റെ ഭാണ്ഡം, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? നമ്മളെല്ലാം ഒരുപക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല. ബണ്ടിൽ ഓഫ് ലൈഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവസന്നിധിയിൽ നാം അറിയാത്തതായ ഒരു ബണ്ടിൽ, ഒരു കെട്ട്, ഒരു ഭാണ്ഡം. ശത്രുക്കൾക്ക് ആ ഭാണ്ഡത്തെ തൊടാതിരിക്കത്തക്കവണ്ണം ദൈവം അതിർ നിശ്ചയിച്ചിരിക്കുന്നു. യോബിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന യോബിനോട് സംസാരിച്ച് യോബിനെ പരിചയപ്പെട്ട അവൻ്റെ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയ സാത്താൻ ദൈവത്തോട് അധികാരം ചോദിച്ചു. ദൈവത്തിൻ്റെ ദാസനായ, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രിയപുരുഷനായ യോബിൻ്റെ പ്രാണനെ ഒന്ന് തൊടണം. അത് ശത്രുവിൻ്റെ വലിയൊരു ഡിമാൻഡായിരുന്നു. എന്നാൽ ദൈവം ആ സാത്താനോട് പറഞ്ഞത്, അവനുള്ളതൊക്കെയും നിനക്ക് തൊടാം, അവൻ്റെ സ്വസ്ഥത നിനക്ക് കെടുത്തിക്കളയാം, അവൻ്റെ ശരീരത്തെ ബാധിക്കാം, അവൻ്റെ സ്വത്തുക്കളെയും അവന് വേണ്ടപ്പെട്ടവരെയും അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതികളെയൊക്കെയും നിനക്ക് കുലുക്കാൻ കഴിയും. പക്ഷെങ്കിൽ അവൻ്റെ പ്രാണനെ നിനക്ക് തൊടുവാൻ കഴിയില്ല. കാരണം അത് എൻ്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. യഹൂദ മതത്തിൽ ഇങ്ങനെയൊരു ഭാണ്ഡം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ ജീവൻ്റെ ഭാണ്ഡക്കെട്ടെന്നൊക്കെ നമ്മൾ വേദവചനത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്? ജീവൻ്റെ കെട്ട് എന്ന ഒരു ആശയം എബ്രായ മതത്തിലുള്ളതായ ഒരു കാര്യമാണ്. അവരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. ദൈവം മനുഷ്യൻ്റെ പ്രാണനെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ഭാണ്ഡമുണ്ട്. അത് വിലപ്പെട്ട വസ്തുക്കൾ സുരക്ഷിതമായി കെട്ടിവെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനെ എബ്രായ ഭാഷയിൽ വിളിക്കുന്നത് സ്രോർ. അതിൻ്റെ അർത്ഥം കെട്ട്. ജീവൻ്റെ വാക്കായിട്ട് അവർ ഉപയോഗിക്കുന്ന വാക്ക് ഹൈം. സ്രോർ ഹൈം എന്ന് പറഞ്ഞാൽ ജീവൻ ഭാണ്ഡക്കെട്ടിലാക്കി വെച്ചിരിക്കുന്നതായ ഇടം, അതിനെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം.
ഒരു മനുഷ്യർക്കും കടന്നുകൂടുവാൻ കഴിയാത്തതായ ഒരു പ്രത്യേകമായ ദൈവത്തിൻ്റെ നിയന്ത്രണമുള്ളതായ സ്ഥലം. ഇവിടെ അബിഗയിൽ നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൽ അവൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇടയിലുള്ളതായ വിശ്വാസ പ്രമാണത്തെ ദാവീദിനോട് എടുത്തു പറയുകയാണ്. നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടർന്ന്, മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയിരുന്നാലും ശരി, നിന്റെ പ്രാണൻ, നിന്റെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിൽ, അവൻ്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതിനാൽ അതിനെ തൊടുവാൻ സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമസഭയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്, ഒരറിവിൻ്റെ വാഗ്ദാനം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പല വാക്കുകളും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനല്ലായിരുന്നു എങ്കിലും അനേക ജ്ഞാനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മ നിയോഗിതനായി നമ്മോടൊരു പ്രവചനാത്മകമായി നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളാണ്. നമ്മുടെ ശത്രുക്കൾക്ക് നമ്മെ തൊടുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്, ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നിങ്ങളും തൻ്റെ വിശുദ്ധന്മാരും വെളിപ്പെടും. അപ്പോൾ കർത്താവ് പലയിടത്തുനിന്നും ശേഖരിച്ചും കൊണ്ടുവരുന്ന ഒരു കൂട്ടമല്ല, തന്നോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരുമായിട്ടുള്ള ഒരു മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത്. ഇന്ന് നാം കാണുന്നതായ സകല സംഭവങ്ങളും അതിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യത്തെ ലോകത്തിൽ വിളിച്ചറിയിക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ വരവിനെക്കുറിച്ചുള്ളതായ ഒരു ആമുഖ വെളിപ്പെടുത്തലാണ് ഇന്ന് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്ന ആത്മാക്കളുടെ പ്രത്യക്ഷത. നമ്മുടെ ജീവിതം കർത്താവിൽ സുരക്ഷിതമാണ്. ഇവിടെ ഇതാ പറയുന്നു, ദാവീദിനോട് പറയുന്നതായ വാചകം, യജമാനനെ, മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിന്റെ പ്രാണന് ഹാനി വരുത്തുവാൻ നോക്കിയിരുന്നാലും നിന്റെ പ്രാണൻ തീർച്ചയായിട്ടും ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ഭാണ്ഡത്തിൽ മറഞ്ഞിരിക്കുന്നതിനാൽ, കെട്ടപ്പെട്ടിരിക്കുന്നതിനാൽ അവർക്ക് തൊടുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നതായ നമ്മെ തൊടുവാൻ ശത്രുവിന് സാധ്യമല്ല എന്നുള്ളതായ വലിയൊരു പ്രത്യാശയുടെ വാക്കാണ്, പ്രത്യാശയുടെ വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി തരുന്നത്. എന്നാൽ ലോകത്തിന് നമുക്ക് വളരെ ദോഷങ്ങൾ ചെയ്യാൻ കഴിയും, അനേക ഉപദ്രവങ്ങൾ നമ്മോട് ചെയ്യാൻ കഴിയും, അനേക വേദനകൾ നമുക്ക് സമ്മാനിക്കുവാൻ സാധിച്ചേക്കാം. എന്നാൽ അതിൻ്റെ അങ്ങേപ്പുറത്ത് നമ്മുടെ പ്രാണൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതായ വലിയൊരു സത്യം നമുക്ക് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രാപിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളതായ വ്യക്തികൾക്ക് എത്ര സമാധാനം നഷ്ടപ്പെടുത്തുന്ന വിഷയം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും അവരുടെ ജീവനെക്കുറിച്ചൊരു പ്രത്യാശ, അവരുടെ രക്ഷയെക്കുറിച്ചുള്ളതായ ഒരു പ്രത്യാശ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി, ദേഹത്തെ മാത്രം കൊല്ലുന്നവനെ നിങ്ങൾ പേടിക്കേണ്ട, ദേഹത്തെയും ദേഹിയെയും കൊല്ലുന്നവനായ ഒരുവൻ ഉയരത്തിലുണ്ട്, അവനെ മാത്രം ഭയപ്പെട്ടാൽ മതി. മനുഷ്യർക്ക് നമ്മുടെ ദേഹത്തെ കൊല്ലുവാൻ കഴിയും, ഉപദ്രവിക്കാൻ കഴിയും, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കാൻ കഴിയും, ഐക്യം നഷ്ടപ്പെടുത്താൻ കഴിയും, രോഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, അനേക പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവരാൻ കഴിയും, അനേക വേദനകൾ നമുക്ക് സമ്മാനിക്കുവാൻ കഴിയും, അനേകം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ആഴ്ത്തിക്കളയുവാൻ നമ്മുടെ പിന്നിൽ നിന്ന് നമുക്ക് ഉപദ്രവങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ ലോകത്തിന് സാധിക്കും. ദൈവം അവിടെയൊന്നും ചിലപ്പോൾ ഡയറക്റ്റായിട്ട് വന്ന് നമ്മെ സഹായിച്ചെന്നും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നൊന്നും ഇരിക്കത്തില്ല. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കർത്താവ് ഒരു കൃപ തരും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കഷ്ടമില്ലാത്ത ലോകത്തിലേക്കല്ല കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
എന്നാൽ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിക്കുന്നതായ ഒരു ജയം നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതായ ഒരു വലിയൊരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനാലാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ഭൂമിയിലുള്ളതായ സകല കഷ്ടതകളെയും വേദനകളെയും അതിജീവിക്കുവാൻ ദൈവം നമുക്ക് തരുന്നതായ വാഗ്ദത്തം, മനുഷ്യൻ നമ്മളെ പിന്തുടർന്ന് നമുക്ക് പ്രാണഹാനി വരുത്തുവാൻ എത്ര ശ്രമിച്ചിരുന്നാലും ശരി, അവരുടെ കാര്യം സാധിക്കുകയില്ല. കാരണം നിന്റെ ജീവൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ, നിന്റെ കുടുംബത്തിൻ്റെ ജീവൻ, സഹോദരങ്ങളുടെ ജീവൻ അവൻ്റെ ഭാണത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിക്കുമ്പോൾ ശത്രുവിൻ്റെ പ്രയത്നങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകും. അവൻ്റെ പ്രയത്നങ്ങൾക്കും അവൻ്റെ സ്വാതന്ത്ര്യത്തിനും ദൈവം അതിർ കൽപ്പിച്ചുകൊണ്ട് ചില സമയപരിധികൾ നിശ്ചയിക്കും. യോബ് തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയാണ്, കർത്താവേ, നേരത്തെ ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രം കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ നേരിട്ടറിയുന്നു. കാരണം എൻ്റെ പ്രാണൻ നിൻ്റെ ഭാണ്ഡത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ വാസ്തവമായി ഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാണനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വെളിപ്പാട് യോബിന് കിട്ടിയപ്പോൾ അവൻ നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം തിരികെ കൊടുത്തു. അവനെ യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. വാസ്തവമായി ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാനുള്ളതായ ഒരു കഴിവ് അവന് കൊടുത്തു. അതിനു മുമ്പ് അവൻ തന്നെ അവനെ നിരാശനായി പല വാക്കുകളും ദൈവത്തോട് നിരാശയോടെ സംസാരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മുഖം കണ്ടപ്പോൾ യോബിൻ്റെ മുഖത്തെ വ്യത്യാസപ്പെട്ടു. അവൻ്റെ അഭിപ്രായത്തിന് വ്യത്യാസമായി. അവൻ പറഞ്ഞ ഭോഷത്തരത്തെക്കുറിച്ചെല്ലാം അവനൊരു അനുതാപമുണ്ടായി. വാസ്തവമായി ദൈവം അവന് വേണ്ടി ജീവിക്കുന്നു എന്ന്, ദൈവം അറിയാതെ അവനെ തൊടുവാൻ ശത്രുവിന് സാധിക്കില്ല എന്ന് യോബ് മനസ്സിലാക്കി. ഈ ഭൂമിയിലുള്ള നശ്വരമായി നശിച്ചു പോകുന്നതിനെയെല്ലാം യോബ് കണക്കാക്കിയത് ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യർക്ക് തൊടുവാൻ, ശത്രുവിന് തൊടുവാൻ, ഒരു സാത്താൻ തൊടുവാൻ കഴിയാത്ത ഒരു പ്രാണനെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ ഈ പകൽക്കാലം ദൈവം നമ്മുടെയും ഹൃദയത്തിൽ വാഴിക്കുകയാണ്. ആ വാഴ്ചയിൽ നമുക്കൊരു ശക്തിയുണ്ടാകണം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയുടെ ഒരു പുതുക്കൽ ഉണ്ടാകും, ഒരു പുതുക്കിയതായ അനുഭവം. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം അവരിൽ ഒരു പുതുപ്പിക്കൽ ഉണ്ടാകും, അവരിൽ റിനോവേഷൻസ് ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ആ മറഞ്ഞിരിക്കുന്ന ജീവനിലുള്ളതായ വാഴ്ച, അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സകല കഷ്ടങ്ങളിലും സന്തോഷിച്ച് ആ കഷ്ടങ്ങൾക്കെല്ലാം ഒരു അതിരുണ്ട്, ഒരു സമയപരിധിയുണ്ട് എന്നുള്ളതായ ഒരു പ്രത്യാശ നമ്മളെ ഭരിക്കുന്നതിനിടയായിത്തീരും. ഈ പ്രത്യാശയാൽ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ നിറയ്ക്കുമാറാകട്ടെ. മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റിരുന്നാലും ശരി, യജമാനൻ്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ, ജീവിപ്പിക്കുമാറാകട്ടെ. God bless you.